ഡൽഹി ബോംബ് സ്ഫോടനത്തിൽ കാർ ഓടിച്ചത് ഡോക്ടർ ഉമറാണെന്ന് ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നു. DNA ടെസ്റ്റിലാണ് ഇത്തരമൊരു സ്ഥിരീകരണം ഉണ്ടായത്. ആക്രമണത്തിന്റെ സൂത്രധാരൻ ഉമറാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അനന്ത്നാഗ് സ്വദേശി ആരിഫിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നിലവിൽ. ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, DNA ടെസ്റ്റിനായിട്ടുള്ള സാമ്പിൾ ശേഖരിച്ചതൊക്കെ വാർത്തയായി നൽകിയിരുന്നു. ഇപ്പോൾ ഡോക്ടർ ഉമർ തന്നെയാണ് കാർ ഓടിച്ചതെന്നും ഈ ഒരു ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഉമറാണെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ ഏജൻസികൾ എത്തിയിരിക്കുന്നു. അതിനു പുറമെ ഇന്ന് മറ്റൊരാളിനെ കൂടെ, ആരിഫ് എന്നൊരാളിനെ കൂടെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാൾക്ക് ഇതുമായി എന്ത് ബന്ധമാണെന്നാണ് അന്വേഷണ ഏജൻസി പറയുന്നത്. ഇപ്പോൾ ഡോക്ടർ ഉമർ നബി തന്നെയായിരുന്നു ഈ കാർ ഓടിച്ചത് എന്നുള്ള ഒരു സംശയമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഔദ്യോഗികമായിട്ട് ഒരു സ്ഥിരീകരിക്കാവുന്ന ഒരു കൃത്യമായ ഒരു സാക്ഷ്യപത്രങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ DNA പരിശോധനാ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. കാർ ഓടിച്ചിരുന്നത് ഉമർ നബി എന്ന് തന്നെ വ്യക്തമായിരിക്കുകയാണ്. DNA സാമ്പിൾ രക്തപരിശോധനയ്ക്കുള്ള സാമ്പിൾ എടുത്തത് ഉമർ നബിയുടെ മാതാവിൽ നിന്നായിരുന്നു. മാതാവിൽ നിന്ന് എടുത്ത രക്തപരിശോധനാ സാമ്പിളുമായി ഒത്തുനോക്കി കഴിഞ്ഞപ്പോഴാണ് ഇത് ഉമർ നബി തന്നെയാണ് ഈ കാർ ഓടിച്ചത് എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ കൂടുതൽ അറസ്റ്റുകൾ പല ഭാഗങ്ങളിലായി നടക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഹമ്മദ് ആരിഫിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കാൺപൂരിൽ നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അനന്ത്നാഗ് ജില്ലയിലുള്ള, ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ നിന്നുള്ള സ്വദേശിയാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്ന ആരിഫ്. മാത്രമല്ല, ഇപ്പോൾ ഉമർ ഈ കാറല്ലാതെ മറ്റൊരു കാറ് വെച്ചുകൂടി തന്നെ ഒരു സ്ഫോടനം നടത്താനുള്ള ഒരു ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളൊരു സംശയം തന്നെ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ATSനെ ഈ തരത്തിലുള്ള NIA സഹായിക്കാൻ വേണ്ടി, പ്രത്യേക സംഘത്തെ സഹായിക്കാൻ വേണ്ടി കാശ്മീരിൽ നിന്നും ഈ ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ, കേസുകളിൽ അന്വേഷിച്ചു പരിചയസമ്പന്നരായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ, അത് മുതിർന്ന ഉദ്യോഗസ്ഥരെ തന്നെയാണ് നിയമിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് ഡൽഹിയിൽ സുരക്ഷ വളരെ ശക്തമാക്കിയിരിക്കുകയാണ്. ഇതുകൂടാതെ അതിർത്തി പ്രദേശങ്ങളിൽ ഇപ്പോഴും ഫരീദാബാദ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും വളരെ സുരക്ഷ ശക്തമാക്കുകയും കൂടുതൽ അന്വേഷണം ഇപ്പോഴും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ സ്ഫോടക വസ്തുക്കൾ 2900 കിലോഗ്രാം എങ്ങനെ ഫരീദാബാദിൽ എത്തിച്ചു, ഫരീദാബാദിൽ നിന്നും ഇതെങ്ങനെയാണ് ഈ കാറിൽ ഒരു സുരക്ഷാ പരിശോധന ഇല്ലാതെ ചെങ്കോട്ട വരെ എത്താൻ കഴിഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇനി കൃത്യമായ ഉത്തരം കിട്ടേണ്ടി വരുന്നത്. ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ തന്നെയാണ് ഇതിൽ ഈ കാർ ഓടിച്ചിരുന്നത് ഉമർ നബി തന്നെയാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തു വന്നിരിക്കുന്നത്. നടന്നത് ഭീകരാക്രമണം തന്നെയാണെന്ന് ഇന്നലെ കേന്ദ്രവും സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ സ്ഫോടനം നടന്ന് 24 മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് അത് ഭീകരാക്രമണമാണെന്ന് കേന്ദ്ര മന്ത്രിസഭ തന്നെ സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ഒരു ഭീകരാക്രമണം രാജ്യ തലസ്ഥാനത്ത് മഹാനഗരത്തിൽ നടക്കുമ്പോൾ സ്വാഭാവികമായും എത്ര വലിയ ഗൗരവത്തോടെ അതിന് രാജ്യം കാണുന്നുണ്ട് എന്നത് കൂടി കാണണം. ഒപ്പം അങ്ങനെ വളരെ ഈസിയായി ബദർപൂർ അതിർത്തി വഴി കാറിൽ ഇത്രയധികം സ്ഫോടക വസ്തുക്കളുമായി ഒരാൾക്ക് തന്ത്രപ്രധാന അതിസുരക്ഷാ മേഖലയിലേക്ക് എത്താൻ കഴിഞ്ഞതെങ്ങനെ എന്ന ചോദ്യം ഇപ്പോഴും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഈ സ്ഫോടനം ഭീകരാക്രമണമാകുമ്പോൾ അതിനെ കേന്ദ്രം എങ്ങനെ കാണുന്നു? വീണ്ടും ഒരു ഭീകരാക്രമണം കൂടി ഡൽഹിയിൽ നടക്കുമ്പോൾ പ്രതിപക്ഷം അതിനെ എത്ര വലിയൊരു വിമർശന മുനയിൽ നിർത്തുന്നുണ്ട്? സുമോദ്.